ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കെനാൻ ഫാം. ഇന്ന് നമ്മൾ 4 പേരും കൂടി വാത്സംഗത്തിലുള്ള മാതാവിൻ്റെ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ലോക ചരിത്രത്തിൽ തന്നെ രണ്ടാമത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ് വാത്സംഗം പള്ളി. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മളുടെ കൊച്ചു കേരളത്തിലുള്ള കുറവിലങ്ങാടാണ് മാതാവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ വാത്സംഗം പള്ളിയെ പറ്റി പറയാം. നമ്മളിതിനു മുന്നേ വാത്സംഗം പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. മിക്കി ജനിക്കുന്നതിന് മുന്നേയും പിന്നെ മിക്കി എൻ്റെ വയറിൽ ആയിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് മാതാവിന് പ്രോമിസ് കൊടുത്തതായിരുന്നു വാത്സംഗം പള്ളിയിൽ മിക്കി ജനിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കാമെന്ന്. അങ്ങനെ മാതാവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മിക്കിനെ നമ്മൾ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയത്. പള്ളിയിലെത്തിയപ്പം നമുക്ക് വേറൊരു സർപ്രൈസും കൂടി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുർബാനയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ലത്തീൻകാരുടെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുർബാനയും കാണാൻ പറ്റി, മാതാവിൻ്റെ രൂപം കാണാനും പറ്റി. ഈ പള്ളിയിലെത്തുമ്പം എന്തോ നാട്ടിലേക്ക് എത്തിയ ഒരു ഫീലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഈ ബ്രദറിനെ കണ്ടോ? ഈ ബ്രദറിനെ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. കാരണം മിക്ക എൻ്റെ വയറ്റിലായിരുന്നപ്പം നമ്മൾ ഒരു 8 മാസം ഉള്ളപ്പോഴാണ് മാതാവിനെ കാണാൻ പോയത്. ആ സമയത്ത് ഈ ബ്രദർ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോണതിന് മുന്നേ ഓടി വന്നിട്ട് ഒരു രൂപം തന്നായിരുന്നു, മാതാവിൻ്റെ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു രൂപം. ആ രൂപം തന്നിട്ട് എന്നും മിക്കിയുടെ റൂമിൽ മിക്കി ജനിച്ചു കഴിഞ്ഞിട്ട് ആ രൂപം വെക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഈ ബ്രദറിനെ കണ്ടിട്ട് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ബ്രദർ ഇന്നും ഞങ്ങൾ ഓർക്കുന്നു. എന്തുകൊണ്ടാണ് ബ്രദർ എന്ന ആ രൂപം തന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്നും മിക്കിയുടെ റൂമിൽ ആ രൂപം ഇരിപ്പുണ്ട് കേട്ടോ. പള്ളിയിലെത്തി കുർബാനയൊക്കെ കണ്ട് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തിരികളൊക്കെ കത്തിച്ചിട്ട് മിക്കിനെ എല്ലാ രൂപവും കൊണ്ട് മുത്തിച്ചു കേട്ടോ. മിക്കി ജനിച്ച സമയം തൊട്ട് തന്നെ നമ്മൾ മിക്കിനെ എന്നും നടയിൽ കൊണ്ടുപോയിട്ട് മാതാവിനെ കാണിച്ചു കൊടുക്കുകയും മാതാവിന് ഉമ്മ കൊടുക്കാനൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് മാതാവിനെ കാണിച്ചപ്പോൾ മിക്കിനോടൊന്നും പറയേണ്ട വന്നില്ല. മിക്കി നേരെ കൈ ചൂണ്ടി മാതാവിന് ഉമ്മ കൊടുക്കുന്നു, ഫ്ലൈങ് കിസ് കൊടുക്കുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു അവൾക്ക്. പിന്നെ ആസ് യൂഷ്വൽ പുതിയ സ്ഥലവും പുതിയ ആൾക്കാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ മിക്കിക്ക് ഡബിൾ എനർജി അല്ലേ. അവൾ അവിടെയൊക്കെ ഓടി നടന്ന് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ രണ്ടുപേരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ, മിക്കിനെ കുറച്ച് സമയം അഴിച്ചു വിടുകയെന്ന്. അവളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഡിസ്കവർ ചെയ്ത് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ഷോപ്പിൽ കയറിയായിരുന്നു. എന്നും നമ്മൾ മറക്കാതെ വാങ്ങുന്നതാണ് അവരുടെ ഹോളി വാട്ടർ. പിന്നെ അവിടുത്തെ എണ്ണയും കാര്യങ്ങളും കൊന്തയും പിന്നെ കാറിൽ വെക്കാനുള്ള രൂപങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോന്നു.